മുന്നറിയിപ്പ് ഇല്ലാണ്ട് പെട്ടെന്നൊരു വരവ്. ഒരാഴ്ചയായിട്ട് ക്ലബിലേക്കും വരുന്നില്ല. ഞാൻ ഒരു പെരിയ പ്രശ്നയിൽ ഇരിക്കെ, നീങ്ക എനക്ക് ഉദവി പണ്ണേ ആകണം. ചേട്ടന് പ്രശ്നം എന്താണെങ്കിലും പറഞ്ഞോ. ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ചേട്ടൻ കാര്യം പറ. അത് എൻ മക இருக்கல்ல മറീന, അവൾക്ക് എന്ത് പറ്റി? அது என் மகளும் அவளோட 4-5 ஃப்ரெண்ட்ஸும் சேர்ந்து நம்ம எல்லையில் இருக்கிற காட்டுக்கு ஏதோ படிப்பு சம்பந்தமா ஷூட்டிங்கோ எதுக்கோ போனாங்களாமா. இன்னோட 6 நாளாச்சு. அவங்கள பத்தி எந்த தகவலும் இல்லை. 6 ദിവസമായെന്ന്? 2 நாளுன்னு சொல்லி போனாங்க. இப்போ 6 நாளாச்சு. யாருமே இனி திரும்பி வரல. எனக்கு ஒன்றை விட்ட யார் இருக்கு சொல்லு? எனக்கு என் பொண்ணை பார்க்கணும். அதுக்காக என்ன செஞ்சாலும் சரி. അതിരിക്കട്ടെ ഏട്ടാ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ അവങ്ങളാല മുടിഞ്ഞ അളവുക്ക് തേടിയിട്ടാங்க. ചേട്ടൻ ഇത്രയും വിവരമുള്ള ആളല്ലേ, എന്നിട്ട് മോളെ എങ്ങനെ കാട്ടിലേക്ക് അയക്കാൻ പാടുന്നു? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ലീഗലായിട്ടൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്കൂ. നമുക്ക് അവളെ കണ്ടുപിടിക്കാം. അത് എൻ മക. ചേട്ടൻ വിഷമിക്കാതിരിക്കേ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. സാർ, சார் 4 மணிக்கு சிஐ மீட்டிங் கூப்பிட்டுருக்காரு. நான் அது மறந்துட்டேன். நீ ஒன்று பண்ணு, அண்ணங்கிட்ட ஒரு கம்ப்ளைண்ட் எழுதி வாங்க. அவர் பொண்ணு காணாமல் போயிட்டு. ஓகே சார். ശരി ഏട്ടാ. സാർ, എല്ലാവരും പറയുന്ന പോലെ ആ കാട് ഒരു തരത്തിലുള്ള കാടാണ്. സാർ, ഈ നാട്ടുകാർ പറയുന്നത് സാറും വിശ്വസിക്കുന്നു? ഫോറസ്റ്റുകാർക്ക് തന്നെ അകത്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ജനങ്ങളെ അത്രയ്ക്ക് ഭയപ്പെടുത്തി വെച്ചിരിക്കുക. എനിവേ, നാളെ നമ്മൾ കാട്ടിനകത്തേക്ക് പോകുന്നു. അതിനുമുമ്പ് CI ഒന്ന് മീറ്റ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ. നമസ്കാരം സാർ. என்னையா அது? எந்த ஒரு பாதுகாப்பும் இல்லாத இவ்வளோ பயங்கரமான ஒரு காட்டுக்கு 4-5 பசங்களை அனுப்பிச்சிருக்காங்கன்னா அதுவும் எல்லாமே வயசு பசங்க. ஆமா, இந்த ஃபாரஸ்ட் டிபார்ட்மெண்ட்டுக்கு தெரியாதா இந்த மாதிரி இடத்துக்குலாம் ஆளுங்க அனுப்பக்கூடாதுன்னு? அது நம்ம மைக்கேல் அண்ணனோட பசங்கன்றதுனால தான் பெர்மிஷன் கொடுத்தேன். யாரா இருந்தா என்னையா, இப்ப நமக்கு தானே தலைவலி. நீ என்ன பண்ணுவேன்னு எனக்கு தெரியாது. அடுத்த 24 மணி நேரத்துக்குள்ள அந்த பசங்களை பத்தின டீட்டெயில்ஸ் எனக்கு வந்து ஆகணும். எஸ் சார். എത്ര ദൂരാ പോണ്ട സാറേ? എടോ, പകുതി ദൂരം പോലും വന്നില്ലടോ. നടക്കാൻ വയ്യ സാറേ. ഇതിനു മുമ്പ് ഞാൻ ഇത്തരത്തിലുള്ള കാട്ടിൽ വന്നിട്ടില്ല. താൻ പറയണ കേട്ടാ തോന്നുന്നു ഞാൻ ഈ കാട്ടിലാ ജീവിക്കണേന്ന്. ഇന്ന് വൈകുന്നേരത്തിനകം ആ 5 പേരെ കണ്ടുപിടിച്ചേ പറ്റൂ. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ. നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പ് ടീം തന്നെ വരുന്ന തോന്നുന്നു സാർ. സാർ, പറ്റുന്നില്ല. കുറച്ചു നേരം ഇരുന്നിട്ട് പോവാ സാർ. ദൈവമേ. സാർ, എന്താ സാർ ഇത്? രാവിലെ തുടങ്ങിയതാ തിരയാൻ, ഇനിയും കിട്ടിയിട്ടില്ല. ഇപ്പം മണി 5 ഇപ്പം പോയാലേ ഇരുട്ടുന്നതിന് മുമ്പ് എത്താൻ പറ്റൂ സാർ. അതെ സാർ, ഇതിനെ കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് സാർ. അല്ല, എന്താ സാറേ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നമ്മൾ തിരിച്ചു പോകുന്ന ഹലോ. ഹലോ, പറയൂ സാർ. സാർ, സാർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആ കാട്ടിൽ എന്തോ ഒന്നുണ്ട് സാർ. അന്വേഷിക്കാൻ പോയ പോലീസുകാർ പേടിച്ച് തിരിച്ചു വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ അങ്ങോട്ട് പോകണ്ടെന്ന്.
സാർ ഇപ്പം എന്തോ ഒരു പോകുമ്പഴി ആ 5 കുട്ടികളെ നമ്മൾ എങ്ങനെയാ സാർ കണ്ടുപിടിക്കുക? സാറിന് മാത്രമാണ് ഇതിൽ തിരക്കുള്ള പോലെ തോന്നുന്നു. എനിക്കുണ്ട്. നമ്മുടെ ശക്തിയേക്കാൾ എന്താണ് സാറ് ചെയ്യാൻ പറ്റുക? ഇത്രയൊക്കെ റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ സാർ പെർമിഷൻ കൊടുത്തത്? സാർ, ആ പിള്ളേരോട് 5 കിലോമീറ്റർ വരയ്ക്കും പോകാൻ പറഞ്ഞത്. എന്നാൽ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരാനുള്ള പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതും കഴിഞ്ഞ് അവർ പോയിരിക്കുന്നു. സാർ, ആ കാട്ടിനകത്ത് പോയ ആരെങ്കിലും ജീവനോടെ തിരിച്ചു വന്നിട്ടുണ്ടോ? സാർ, 2 വർഷം ഞാൻ ഡ്യൂട്ടിയിലുള്ള ആളാണ്. ഞാൻ അറിഞ്ഞിടത്തോളം പകലിൽ വരെ അവിടെ ഒരു മനുഷ്യനും പോകാറില്ല. അതും രാത്രി പോയവർ തിരിച്ചു വന്നിട്ടുമില്ല. ഓ, ആ സാർ, ഒരു നിമിഷം. ഒരു വർഷം മുമ്പ് എന്റെ സീനിയർ ഓഫീസർ തങ്കതുരയും അദ്ദേഹത്തെ മകനും ചേർന്ന് കാട്ടിനുള്ളിൽ പോയി. കേട്ടിട്ടുണ്ട്. അവരും അവിടെ വെച്ച് മരിച്ചു പോയെന്നാണല്ലോ അറിഞ്ഞത്. മരിച്ചു പോയത് തങ്കതുര മാത്രമാണ്. അയാളുടെ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. സാർ പറയുന്നത് നേരാണോ? അവർ കാട്ടിനകത്ത് പോയി 2 ദിവസം കഴിഞ്ഞ് അവരന്വേഷിച്ച് ഞങ്ങൾ കാട്ടിൽ പോയി. അവിടെ തങ്കതുര മരിച്ചു കിടന്നിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആക്ച്വലി പോലീസ് എൻക്വയറിയിലെ തങ്കതുര ഹാർട്ട് അറ്റാക്കിൽ മരിച്ചതായിട്ടാണ് അറിഞ്ഞത്. എന്നാൽ സത്യത്തിൽ പ്രേതമാണ് അയാളെ കൊന്നത്. ഇപ്പൊ ആ പയ്യൻ എവിടെയാ? കൂമളിക്ക് അടുത്താണ് അവന്റെ വീട്. സാർ, എത്രയും പെട്ടെന്ന് തന്നെ ആ പയ്യനെ കണ്ടുപിടിക്കണം. സാർ, അവൻ വീട്ടിലെ ഉണ്ടാവാറില്ല. അവനൊരു ഡ്രഗ് അഡിക്റ്റാണ്. കഞ്ചാവ് അടിച്ചും ചാരായം കുടിച്ചും എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ അവർ സൈക്കോ ആണ് സാർ. അവനെ വിശ്വസിച്ച് എങ്ങനെ നമ്മൾ സഹായം ചോദിക്കുക? എന്നാലും സാറ് ചോദിച്ചല്ലോ, സാറിന് വേണ്ടി ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. എനിക്കൊന്ന് താ. എടോ, അവിടെ നാട് മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവതാ അവിടെ കുത്തിരിക്കുന്നു. ഹലോ, എണീക്ക്. സാറ് വിളിക്കുന്നു, വാ. ഏയ്, എണീക്ക്. എടാ. വണ്ടി കയറ്, അകത്തേക്ക് കയറ്. ഞങ്ങൾ നിന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തെന്ന് അറിയാമോ? നിങ്ങളെ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ പോലീസല്ല, ഫോറസ്റ്റ് ഗാർഡ്. നിന്നിൽ നിന്ന് ചില രഹസ്യങ്ങൾ അറിയണം. എനിക്കിപ്പോൾ കള്ള് വേണം. എന്താണ്? മദ്യോ? ഞങ്ങളെ കുറിച്ച് എന്താടാ വിചാരിച്ചേ? രോഗി കുടിക്കുന്നത് കണ്ടില്ലേ? ഇയാള് കൂടുള്ളത് കൊണ്ടാ. ഇല്ലെങ്കിലേ ഇവനൊക്കെ ചാരായം വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ അറിയേണ്ടി വന്നു. നീ എന്തോ ആരോമല സയൻസ് പഠിക്കുന്നതാണല്ലോ കേട്ടത്. It's not Aromala science. It's paranormal science. അതെ 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 അതെ. സാറേ സാറേ ചോദിക്ക് സാറേ, ചോദിക്കുന്നേ. എന്തിനെ പറ്റിയാ പഠിക്കുന്നേ? സാർ സാർ നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നേ? അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കരുതല്ലേ, പിന്നെയോ? അവൻ പേടിച്ചു പോയാ? All activities and research, including the ghost stories, എന്താണ് അവൻ പറയുന്നേ? which has telepathy, medium shape, ഒന്നും മനസ്സിലായില്ല. demonic possessions, extraterritorial visitor, psych and spiritual reading, and haunted house. ഇതിനെക്കുറിച്ച് പഠിക്കും. സാർ വല്ലതും മനസ്സിലായോ? ഇവനൊരു മണ്ട ഗുണേശൻ. അത് ശരി, നിന്നെ എന്തിനാ കോളേജിൽ നിന്ന് പുറത്താക്കിയത്? ഞാൻ അവിടെ ഉള്ളവരെക്കാൾ ബുദ്ധിശാലിയാ. ഓ, അവിടെ പ്രേതങ്ങളെ പറ്റിയും പഠിപ്പിക്കുന്നുണ്ടോ? നിന്റെ അച്ഛൻ മരിക്കാൻ കാരണം പ്രേതമായിരുന്നോ? എടാ,
നിന്നോട് ആ ഇരുട്ടുപള്ളത്തെ കുറിച്ച് ചോദിക്കാൻ വന്ന നീ എന്താ എങ്ങനെയൊക്കെ? നിന്നെ കൊണ്ട് ഒരു സഹായം വേണം. ഇരുട്ട് പള്ളത്തിൽ എന്താ? ഡോക്യുമെന്ററി എടുക്കാൻ പോയി 5 കുട്ടികളെ കാണാനില്ല. എല്ലാവരും കാട്ടിനകത്ത് പോകാൻ ഭയപ്പെടുന്നു, ഞങ്ങളെ പോലുള്ളവർ പോലും. ഓക്കെ, നാളെ തന്നെ പോയേക്കാം. ഇരുട്ട് പള്ളം, ഇതിനകത്താണ് എൻ്റെ അച്ഛൻ മരിച്ചത്. ചെറിയ വയസ്സ് തൊട്ട് എനിക്ക് പ്രേതം, ഭൂതം, മർമ്മം ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കോളേജിൽ പാരാനോർമൽ സയൻസ് എടുത്ത് പഠിച്ചത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന കാരണമാണ് എനിക്ക് ഈസി ആയിട്ട് പെർമിഷൻ കിട്ടിയത്. എനിക്ക് ഹെൽപ്പായിട്ട് എൻ്റെ അച്ഛനും വന്നായിരുന്നു. അച്ഛന് പ്രേതത്തിലൊന്നും വിശ്വാസമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് അച്ഛൻ വന്നു. അന്ന് രാത്രി ഞാൻ പ്രേതങ്ങളോട് സംസാരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ എൻ്റെ അടുത്ത് നീ നോക്കിക്കോ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ അച്ഛനെ തിരക്കി പോയപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിൽ അച്ഛൻ മരിച്ചു കിടക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. നാട് മൊത്തം അച്ഛനെ പ്രേതവാക്കൊന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം എനിക്കുള്ള ഒരേ കൂട്ട് ഇതുപോലത്തെ കാര്യങ്ങളാണ്. ആ സംഭവം കഴിഞ്ഞ് പിന്നെ ഈ കാട്ടിനകത്തോട്ട് ഒരു മനുഷ്യരെയും ഡിപ്പാർട്ട്മെൻറ്റ് അലോ ചെയ്യുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തതാണ്, അവരെന്നെ വിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ചാൻസ് കിട്ടിയത്. അവിടെ പോയി എൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്, പ്രേതം ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കണം. Are you hearing my voice? Boys! വെള്ളം Are you okay? Be cool. Relax. പേടിക്കണ്ട. നിന്റെ കൂടെ വന്നവരൊക്കെ എന്തിയേ? പറയേ. നിന്റെ കൂടെ വന്നവരൊക്കെ എന്തിയേ? പറയേ. എവിടെ പോയേക്കുവാ? അവരെവിടെ ഇരിക്കുന്നത് നിനക്കറിയാവോ? എവിടെയുണ്ടെന്ന് അറിയില്ല സാറേ. ഇവിടെ യക്ഷിയുണ്ട്. എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം സാറേ. പ്ലീസ് സാർ, അവരെ കണ്ടുപിടിക്കണം സാർ. ദാ നോക്ക്, നീ പേടിക്കാൻ എൻ്റെ കൂടെ വാ, നമുക്ക് പോയി അവരെ തേടാം. വാ. ആക്ച്വലി നിങ്ങളൊക്കെ ആരാ? എന്തിനായി കാട്ടിനകത്തോട്ട് വന്നേ? ഞാൻ പൂനെയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുകയാണ്. ഞങ്ങളുടെ കോളേജിൽ ഫൈനൽ ഇയർ പ്രോജക്റ്റിന് വേണ്ടി ഡോക്യുമെന്ററി തയ്യാറാക്കണമെന്ന് പറഞ്ഞു. ഞാനും എന്റെ കൂട്ടുകാരും ചേർന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ എന്താ നടന്നത്? ഞങ്ങൾ മൊത്തം 5 പേരാ. അതിൽ മെറീന തമിഴ്നാട്ടിലുള്ളവളാണ്. അവളുടെ ഗ്രാമത്തിൽ വ്യത്യാസമായ എന്തോ കാടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാരും പുറപ്പെട്ട് മെറീനയുടെ വീട്ടിലേക്ക് വന്നു. ഓക്കേ, സ്റ്റാർട്ട് ക്യാമറ. ഹായ്, ഐ ആം എബി വർഗീസ്. ഞങ്ങൾ ഞാനും പറയട്ടെ. ആക്രാന്ത് കാണിക്കാതെ നീയുണ്ട് ഫ്രെയിമില്, ഒന്ന് സമാധാനപ്പെട്. ഞാൻ ആദ്യം പറയാം. ഞങ്ങൾ പൂനെയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്റെ ക്ലാസ്മേറ്റും എന്റെ ജീവന്റെ ജീവനുമായ എന്റെ ജീവന്റെ ജീവനായ എന്റെ സ്വന്തം ഒന്ന് മാറിയിരിക്കണേ അങ്ങോട്ട്. മെറീന പറഞ്ഞെന്താന്ന് വെച്ചാൽ അവളുടെ വീടിനടുത്തൊരു കാടുണ്ട്. കാടെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാട്. ഇപ്പൊ ആ കാട്ടിലാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ കാട് കാണാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ. ഇല്ല, ഇവൻ കാട് കാണാൻ പോകുന്നെന്ന് പറയുന്നൊക്കെ ചുമ്മയാ. ഇവന്റെ ഭാവി അമ്മാവനെയും അമ്മായിയും കാണാൻ പോവുകയവൻ. ഇവള് പറഞ്ഞു കേട്ടോ. സോറി, എന്നെ കുറിച്ച് പറയാൻ മറന്നുപോയി. എന്റെ പേര് രേവതി. നീ ആരും ആകട്ടെ, ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയാം. ഇവർ രണ്ടുപേരില്ലേ ജോലിയായിട്ട് ചുറ്റിക്കറങ്ങാനാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവർക്കൊരു കൂട്ടിനായാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ ഡോക്യുമെന്ററി ചെയ്യാനൊന്നുമല്ല പോകുന്നത്. ആ കാട്ടിനകത്ത് ചെന്നിട്ട് ഇവൻ എന്തൊക്കെയാണോ കാടിച്ചു കൂട്ടാൻ പോണെന്ന് അറിയില്ല. പിന്നെ ഈ ക്യാമറ ഉള്ളത് കൊണ്ട് എനിക്ക് അല്പം വിശ്വാസമൊക്കെ ഉണ്ട്. ഒന്നും വിടാതെ ഷൂട്ട് ചെയ്യണേ. പ്രേക്ഷകരെ, ഇതുവരെ നമ്മുടെ നായികയെ കണ്ടില്ലല്ലോ നിങ്ങൾ. അതാ അവിടെ. എടാ മണ്ടപ്പടി, ഇവിടെ. ഇവളാണ് നമ്മുടെ നായിക.
ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ കണ്ടോളൂ. ചേട്ടാ ചേട്ടാ, ലെഫ്റ്റ് സൈഡ്. ഇതാണ് നമ്മുടെ നായിക മറീനയുടെ വീട്. നമ്മൾ മറീനയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓ, ഇത് ശരിക്കും അടിപൊളിയാണല്ലോ. ആ, ദാ വരുന്നത് മെറീനയുടെ അച്ഛനാണെന്ന് തോന്നുന്നു. ആ പുറകിൽ അമ്മയായിരിക്കും. ട്രാവലെല്ലാം എപ്പടി ഇരുന്നത്? ആദി, ആദി, നന്ദു, അത് രേവതി. ഇത് എബി. കണ്ണാ വന്നിട്ടേ നീ. ആന്റപ്പ, വണക്കം വണക്കം. ആന്റപ്പ ചേട്ടാ ഇവിടുത്തെ ഓളിനോളാണ്. அப்படிலாம் ஒண்ணு இல்ல. ஆளுநாள் அடக்கு ராஜா. இந்த தோட்டத்தை பாக்குறது, வீடு கிளீன் பண்றது, அவ்வளவுதான், வேற ஒண்ணும் இல்ல. எல்லாமே நம்ம கண்ட்ரோல்ல தான் தம்பி. பசிக்குதா? எல்லாரும் வாங்க, டீ குடிக்கலாம். ஐயா, ഡേയ് ആന്റപ്പാ, പെട്ടിലെടുത്തോളൂ. ശരി. വിശക്കുന്നുണ്ടാ, ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ട് വന്ന്. അതും ശരിയാണ്. നല്ല വിശപ്പുണ്ട്, നമുക്ക് പിന്നെ കാണാം. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ എല്ലാവരും ഈ കാട്ടിനകത്തേക്ക് വരാൻ വേണ്ടി പുറപ്പെട്ടു വരികയായിരുന്നു. അപ്പോൾ തന്നെ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ഞങ്ങൾ എവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് തടുക്കുകയായിരുന്നു. അതൊന്നും കൂട്ടാക്കാതെ മെറിനയുടെ അച്ഛൻ ഞങ്ങളെ കാട്ടിനകത്തേക്ക് വഴി നടത്തി വെച്ചു. ബൈ അച്ഛാ. ബൈ. ഓക്കേ, ബൈ പപ്പ. പോയിട്ട് വരാം. ബൈ. ഞങ്ങളും കാട്ടിനകത്തേക്ക് വന്നു. ആദ്യം ഞങ്ങളെ എല്ലാരെയും ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ഞങ്ങൾ ഒരു തടാകത്തിനരികിലെത്തി. എന്താടാ തീരെ ഉറക്കം വരാത്തത്? അറിയാതെ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയോ? എടാ കുടിക്കാൻ വെള്ളം എന്താ? വെള്ളം ഇല്ലടാ. ഇപ്പൊ എന്താ ചെയ്യാ? ശരി, നമുക്ക് വെള്ളം എടുത്തോണ്ട് വരാം. പോടാ. എന്തിനാടാ പേടിക്കുന്നേ? പോടാ. ഇത്ര ദൂരം പോകണ്ടത്ര വെള്ളം എടുക്കാൻ. അടുത്താടാ, എത്തിക്കഴിഞ്ഞു. ദേ വാ വാ വാ, പുറകെ വാ. ആ ശരി, പോ. എടാ നന്ദു, എന്തോ പോകുന്ന പോലെ തോന്നിയടാ. അതൊക്കെ ചുമ്മാ വെറുതെ. നീ വാടാ ഇങ്ങോട്ട്. അല്ലടാ, ഞാൻ കണ്ടതാണ്. നിന്നെ പോലുള്ള പേടിത്തോടെ ഈ പണി പറ്റൂല കേട്ടാ. ഞാനത് കണ്ടതാണ്. ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ വന്നത് എൻ്റെ വീട്ടിൽ ആർക്കും അത്ര പിടിച്ചിട്ടില്ല. കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് കൂടെ അറിയില്ല. US എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അച്ഛനും അമ്മ അവിടെ സെറ്റിലായി. എന്താ ഇങ്ങനൊരു ശബ്ദം? എവിടെ? നീ ലൈറ്റ് എന്തിനാ ഓഫ് ആക്കിയത്? ലൈറ്റ് ഓഫ് എടാ എന്തൊന്നും ചെയ്യടാ. എടാ വേഗം. ഇത് ഓണാവുന്നില്ലല്ലോ. ഒന്നും കാണുന്നില്ല. എടാ ഇത് ഓണാവുന്നില്ലെന്ന്. എടാ നീ എവിടെയാണ്? ഒരു മിനിറ്റ്. ലൈറ്റ്. അയ്യോ ദൈവമേ, വന്നല്ലോ. ഡാ, എന്താടാ ഒരു പ്രത്യേകതര ശബ്ദം? വാടാ. ഇത് വീഴുന്ന ശബ്ദം കേട്ടാ നമ്മള് പേടിച്ചേ. ഇതൊരു മരക്കഷ്ണായിരുന്നു അല്ലേ? പേടിച്ചു പോയി. എടാ തടിയാ, നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് വന്നിരിക്കല്ലേ. ഇവിടെ ഒരു ചെറിയ ശബ്ദം കേട്ടാലും നമുക്ക് പേടി തോന്നൂടാ. നമ്മള് പേടിച്ച കാരണം ഇതുകൊണ്ടാ. ഞാനത് തന്നെ പറയുന്നത്. ഞങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്ത് എന്താണെന്ന് അറിയാതെ. ദൈവമേ, ഇനി എന്താടാ പറ്റുക? എന്താ അറിയാതെ ഒമാരുടെ ഇടയിൽ പെട്ടുപോയി. ഇനി എന്താ ചെയ്യാ? അമ്മേ, ഒന്ന് പെട്ടെന്ന് നടക്ക്, ഞാൻ പറയണ്ടേ. എല്ലാവരും നിന്ന്. ആരോ എന്റെ പേര് വിളിച്ച പോലെ തോന്നിയില്ലേ? നടക്കടാ. നിന്റെ തോന്നല. നീ വിളിച്ചാ? അല്ല നീ വിളിച്ചോ? ഇല്ല, ഇപ്പൊ ആരോ എന്നെ പേര് വിളിച്ചു, ഞാൻ കേട്ടതാ.
ആരോ നമ്മുടെ പുറകെ വരുന്നുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ടാ. എടാ ഇതൊക്കെ നിന്റെ പേടി കൊണ്ട് തോന്നതാ. ഓടാ. ഇല്ലടാ, ഇന്നലെ നമ്മൾ വെള്ളം എടുക്കാൻ പോയപ്പോ ലൈറ്റ് ഓഫ് ആയില്ലേ? ആ ലൈറ്റ് ഓഫ് ആകാൻ്റെ കാരണം ഇതൊക്കെ തന്നെയാ. അതെ, ഇവിടെ പ്രേതമുണ്ട്. അതിനുശേഷമാണ് ഓരോരുത്തരായി അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾക്ക് അപ്പോൾ തന്നെ പേടി തുടങ്ങി. ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇരുട്ടിപ്പോയി. പിന്നെ എന്താ നടന്നത്? 2 ദിവസമായി കാട്ടിൽ നിന്ന് പുറത്തു പോകാനായി ശ്രമിക്കുക. പക്ഷെ എനിക്ക് വഴി കണ്ടെത്താനായില്ല. അടുത്ത് പോവല്ലേ? ഒരാൾ മരിച്ച സ്ഥിതിക്ക് നോക്കുവാണെങ്കിൽ എന്തോ വലിയ സംഭവമുണ്ട്. രണ്ടുപേരും മരിച്ചത് വെച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ എന്തോ പ്രശ്നമാണ്. വെള്ളം വേണോ? കുറച്ച് കുടിച്ചോ? നിന്റെ കൂടെ വന്ന എല്ലാവരും ആ പ്രേതത്തിനെ കണ്ടോ? നിന്റെ കൂടെ വന്ന് നിന്റെ 3 ഫ്രണ്ട്സിനെ അത് കൊന്നു. എങ്ങനെയാണെങ്കിലും നിന്നെ തേടി തന്നെ അത് വരും. ആദ്യം എവിടെയാണെന്ന് അറിയില്ല. അവനെ കണ്ടുപിടിക്കണം.